विपुलपतया हस्तलब्धेयरन्यर् तन्वावादाधियावा भजति भजनक्षुद्रदेव स्फुटेयं यदेतावद्वयं दुस्थिरतरमनसा विश्वपीडापहर्त्यै निःशेषात्मानमेनं गुरुभवनपुराधीशमेवाश्रयामः सत्वं यत्तत्परभ्यामपरिकरणतो निर्मलं तेन तावत् भूते भूतेन्द्रियैस्ते बहुरिति बहुशः सूयते व्यासवाक्यं തൽസ്വച്ഛത്വാദക്ഷാനിതപരസുഖനിർഗർഭനിർഭാസ്വരൂപം ഭഗവാന്റെ ആസ്ഥാനമായിട്ടുള്ളതായ ഗുരുവായൂരപ്പന്റെ ആസ്ഥാനമായിട്ടുള്ളതായ പവനപ്രദേശിയിൽ പ്രദേശത്ത് വെച്ചിട്ട് ചെയ്യാനുള്ളതായ ഈ ആലോചന ഇപ്പോൾ കുറച്ച് മാസങ്ങളായി നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞ മാതിരി കുറേ മാസങ്ങളായി അതിനെപ്പറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരൊക്കെ പ്രവർത്തകന്മാർ അതിന്റെ പിന്നിലിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് നമ്മളാൽ കഴിയുന്നത് മാതിരി നാരായണീയ വായനം പാരായണം ചെയ്യാം, ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ചുകൊണ്ട് ഈ സംഘടന പുഷ്ടിപ്പെടുത്തുക. ആ പുഷ്ടിപ്പെടുത്താനുള്ളതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ളതായ സന്ദർഭം ക്ഷേത്രത്തിൽ വരിക, പാരായണത്തിൽ പങ്കെടുക്കുക, നല്ല കാര്യങ്ങളിലൊക്കെ ഏർപ്പാട് ചെയ്ത് ഇങ്ങനെയുള്ളതിന് സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക എന്നുള്ളതാണ് ഈ പ്രത്യേകിച്ച് സംഘടനയുടെ ഉദ്ദേശം. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ശശിധരൻ സാറാണ് പറയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു സന്ദർഭം നമുക്ക് ഭഗവാൻ തന്നെ ഒരനുഗ്രഹം കൊണ്ട് തന്നതാണ്. അപ്പം അത് നാരായണീയം നിങ്ങൾക്കറിയാലോ, ഭാഗവതത്തിന്റെ സംക്ഷിപ്തമാണ്. നാരായണ ഭട്ടതിരിപ്പാട് 100 ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഇരുന്നും കൊണ്ട് ഒരാർത്ഥനായി ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ആർത്തോ യജ്ഞാസുരർത്ഥാർത്ഥി നാനീക ഭരതർഷഭ തേഷാം നാനീ നിത്യയുക്ത ഏകഭക്തി വിശിഷ്യതേ. ആ ഭഗവാനോടുള്ളതായ ഏകഭക്തിയിൽ കൂടി അദ്ദേഹം ഈ ആർത്തനായിട്ട് വന്നതായ നാരായണ ഭട്ടതിരിപ്പാട് ജ്ഞാനിയായി ഗുരുവായൂരമ്പലത്തിൽ പുറപ്പെട്ടു. അതാണ് ഒരു സംഗതി. ആർത്തനായി വന്നു. അദ്ദേഹത്തിന്റെ വാതരോഗം വളരെ വിഷമിപ്പിക്കുന്നതായ ഒരു ആർത്തനാദത്തോടു കൂടിയാണ് അദ്ദേഹം ഗുരുവായൂരെത്തിയത്. ആ 100 ദിവസം കൊണ്ട് ഭഗവാനെ പറ്റിയുള്ളതായ ഗുണചരിതങ്ങളും ഭഗവാന്റെ കഥകളും അങ്ങനെ എത്തി അവസാനം ഭഗവാന്റെ ദർശനത്തോടു കൂടിയുള്ളതായ ജ്ഞാനിയായി പരമജ്ഞാനിയായിട്ട് ഭഗവാന്റെ ഗുരുവായൂർ അമ്പലത്തിൽ പുറത്തു വരുന്നതായ ഒരു സംസ്കാരമാണ് നമ്മളുടെ ഈ നാരായണത്തിൽ കൂടി നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂർ വയ്ക്കുന്നത് 10ാമത് നാരായണീയ മഹോത്സവമാണ്. ഇതിനു മുമ്പ് ഗുരുവായൂർ നാരായണീയ മഹോത്സവം നടന്നു. ഭഗവാന്റെ 10ാമത്തെ അവതാരം പോലെ വീണ്ടും ഗുരുവായൂർ നാരായണീയ മഹോത്സവം വന്നുപെട്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂർ വന്നുപെട്ടതുകൊണ്ടും ഗുരുവായൂർ ആഘോഷിക്കുന്നതുകൊണ്ടും ഈ മഹോത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതകളുണ്ട്. നാരായണീയ ഭക്തരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ഉള്ള ഭക്തജനങ്ങൾ, നാരായണീയ പാരായണക്കാർ, നാരായണീയ ഭക്തർ ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാരായണീയം നമ്മൾ സത്രങ്ങളോ അല്ലെങ്കിൽ ഭാഗവത സത്രങ്ങളോ വയ്ക്കുമ്പോൾ സാധാരണ നിലയ്ക്കൊരു ആചാരം ഉണ്ടാകും. ആ സത്രത്തിൽ നല്ല രീതിയിൽ പാരായണം ചെയ്ത് അത് വിശദീകരിച്ച് അങ്ങനെ സത്രം സമാപിക്കുന്നൊരു സംവിധാനമാണ് നമുക്ക് കണ്ടിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ മഹോത്സവത്തിൽ ഒരാചാര്യനല്ല, നിരവധി ആചാര്യന്മാരുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓരോ ദിവസവും 100 കണക്കിന് ആചാര്യന്മാർ വേദിയിൽ പാരായണം ചെയ്യും. അവരുടെ ശിഷ്യർ അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച നാരായണീയർ സദസ്സിൽ ബാക്കിയുള്ള ആൾക്കാരിൽ ഒന്നിച്ചിരുന്നിട്ട് പാരായണം ചെയ്യും. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ പാർവതീപതയേ ഹര മഹാദേവ. ശ്രീരാം ജയ രാം ജയ ജയ രാം.